ഇമ്രാൻ, ഇമ്രാൻ. ഹിംറാജ്, ഗുഹയിലെ അത്ഭുത വിളക്ക് എനിക്ക് കിട്ടിയില്ല. അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നീ എന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ എനിക്ക് നിവർത്തിയില്ല. മോതിരം നീ നഷ്ടപ്പെടും. മേലാൻ എന്റെ സഹായം നീ തേടരുത്. മോനെ, നിനക്ക് വിശക്കുന്നില്ലേ? വന്ന് വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങും. എനിക്കൊന്നും വേണ്ട ഉമ്മ. ഒന്നും കഴിക്കാതെ കിടക്കരുത് മോനെ, എന്തെങ്കിലും ഇത്തിരി. എനിക്ക് വിശക്കുന്നില്ല. ഉമ്മ പോയി കഴിച്ചിട്ട് കിടന്നോളൂ. ഓക്കെയാണോ? ഷംറൽ അമീർ, എനിക്ക് രാജകുമാരിയെ നേരിട്ട് കാണണം, സംസാരിക്കണം. ഇത് വേണോ? അമീർ, എനിക്ക് രാജകുമാരി ഇഷ്ടമാണ്. അവളെ നേരിട്ട് കാണണം. ഇത് വലിയ കാര്യമാണോ? ഇങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട വേണ്ട, മറ്റെവിടെങ്കിലും മതി. അലാവുദ്ദീൻ, റോഷ്നി, എന്നെ ഇഷ്ടമാണ്. സൗഭാഗ്യവനിയിൽ വിടർന്ന തേന്മലരേ, മധു നിറഞ്ഞ നിൻ മൃദുതലങ്ങളിൽ വന്ന വണ്ടാണു ഞാൻ പൊന്മലരേ, മലരേ. ഈ അലാവുദ്ദീനിൻ സൗഭാഗ്യവനിയിൽ വിടർന്ന തേന്മലരേ, മധു നിറഞ്ഞ നിൻ മൃദുദളങ്ങളിൽ വന്ന വണ്ടാണു ഞാൻ പൊന്മലരേ, മലരേ.
നിലവിനേകും മണിക്കവിളോ അതിൽ പ്രണയമെന്ന പൂവിതളോ തങ്കക്കതിരാണോ തിങ്കൾ കുളിരാണോ മധുമാസം വിടർത്തുന്ന തളിരാണോ പറയൂ അഴകേ രോഷിനി ഈ അലാവുദ്ദീനിൻ സൗഭാഗ്യവനിയിൽ വിടർന്ന തേന്മലരേ മധു നിറഞ്ഞ നിൻ മൃദുദളങ്ങളിൽ വന്ന വണ്ടാണു ഞാൻ പൊന്മലരേ മലരേ സ്വർണ്ണച്ചിറകു വീശി വന്ന കിളിയോ സ്വർഗവിളക്കിലുണർന്ന പൊന്നൊളിയോ സ്വർണ്ണച്ചിറകു വീശി വന്ന കിളിയോ സ്വർഗവിളക്കിലുണർന്ന പൊന്നൊളിയോ അന്നപ്പിടയാണോ വർണ്ണക്കൊടിയാണോ മണിമാരൻ തൊടുക്കുന്ന ശരമാണോ പറയൂ അഴകേ രോഷിനി ഈ അലാവുദ്ദീനിൻ സൗഭാഗ്യവനിയിൽ വിടർന്ന തേന്മലരേ മധു നിറഞ്ഞ നിൻ മൃദുദളങ്ങളിൽ വന്ന വണ്ടാണു ഞാൻ പൊന്മലരേ മലരേ മലരേ അമീർ ആലംബന ക്ഷമിക്കണം, ഞാൻ രാജകുമാരിയെ കൊട്ടാരത്തിലെത്തിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് ആപത്താണ്. അപ്പൊ ഇതാണ് നിന്റെ പണി അല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. ആലംബന, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കാര്യം ഉമ്മയോട് പറയേണ്ടി വരും. അല്ല എന്റെ അമീര്, നമ്മൾ തമ്മിൽ എന്തിനാ വിരോധം? നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ പറ, അങ്ങനെ പറ. കുമാരി, കുമാരി എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കൊട്ടാരം മുഴുവൻ നോക്കി, കുമാരി കണ്ടില്ല. എന്താ കുമാരി? ഞാൻ ഒരാളെ കണ്ടു. ആര്? അലാവുദ്ദീനെ. അലാവുദ്ദീനെയോ? എപ്പോ? എവിടെ വെച്ച് കണ്ടു? എവിടെയോ. എന്നെ. കുമാരി പോയി കിടന്നുറങ്ങും. എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു. ഇല്ല ഗുൽനാർ, ഞാൻ അലാവുദ്ദീനെ കണ്ടു. ആ മാറിൽ മയങ്ങി വീണു. കുമാരി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ശരി, നമുക്ക് നാളെ തന്നെ അലാവുദ്ദീനെ നേരിൽ പോയി കാണാം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടാക്കാം.